പരിഹസിക്കുകയാണോ? അല്ല, നിങ്ങൾ ചെയ്ത ധീരകൃത്യത്തെ പുകഴ്ത്തിയതാ. ഇന്നലെ രാത്രി ഇവിടെ നടന്നതൊക്കെ നിങ്ങൾ രണ്ടുപേരും കണ്ടതാണല്ലോ. ഞങ്ങളൊന്നും മറന്നിട്ടില്ല. ഇതിനെല്ലാം ഉത്തരവാദി നീയാ. ഞാനോ? അല്ലാതെ പിന്നെ ഇവിടെ നടന്നതിനൊക്കെ പിന്നെ മറ്റാരെ കുറ്റം പറയണം? അച്ഛൻ ഇപ്പോഴും ആ ഷോക്കിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. ഇത്ര അപമാനം അച്ഛൻ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുണ്ടാവോ? ഒരു ഹാർട്ട് പേഷ്യന്റ് ആയ ആളാണ് അച്ഛനെന്ന് പോലും നീ ഓർത്തില്ല. അങ്ങനെ അവന്തിയെടുത്ത് അർച്ചനെ മാത്രം കുറ്റം പറയരുത്. ഞാനാരെയും കുറ്റം പറഞ്ഞതല്ല, അച്ഛൻ അനുഭവിച്ച മാനസിക വിഷമങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾ രണ്ടുപേരും കാരണ ആ ഗുണ്ടകൾ ഈ വീട്ടിലേക്ക് കയറി വന്നത്. അനാവശ്യം പറയരുത്. അർച്ചനയുടെ സഹോദരനെ രക്ഷിക്കാൻ ഇവിടെ ഉള്ളവരുടെ ജീവൻ കൂടി ബലിയെടുക്കാം എന്നാണ് നിങ്ങൾ കരുതിയത്? എന്നോട് അവരെന്തൊക്കെയാ ഇന്നലെ ചെയ്തത്? എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ അപമാനിച്ചില്ലേ? അച്ഛന്റെ മുന്നിൽ വെച്ച് സന്ദീപിനെ തല്ലി. സന്ദീപ് എന്ത് പിഴച്ചു? നിങ്ങൾ കാരണമല്ലേ സന്ദീപിന് തല്ലുകൊള്ളേണ്ടി വന്നത്. ഞാനൊരു കാര്യം പറയാം, ഈ കുടുംബം ഒന്നാകെ പ്രതിസന്ധിയില്ല. ഇവിടെ മാത്രമല്ല, വൃന്ദാവനത്തിലെ കാര്യം കൂടി ചേർത്താ ഞാൻ പറഞ്ഞത്. അർച്ചന പ്രഗ്നന്റ് ആയതിനു ശേഷമാ ഇതെല്ലാം സംഭവിച്ചത്. എടുത്ത് എന്താ പറഞ്ഞു വരുന്നേ? ഞാൻ ഇതിനു മുമ്പ് നിന്നോട് പറഞ്ഞത് തന്നെ. നിന്റെ വയറ്റിലുള്ള കുഞ്ഞിന്റെ ജാതകദോഷം തന്നെയാ ഇതിനൊക്കെ കാരണം. ഈ വീട്ടിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം ഇവിടെയുള്ള പലരുടെയും ജീവിതത്തെ ബാധിക്കുന്നതാണ്. പെട്രോളിൽ കുളിച്ചു നിന്ന കഴിഞ്ഞ രാത്രിയിലെ ഷോക്ക് മരണം വരെ എൻ്റെ മനസ്സിൽ നിന്നും മാറില്ല. അച്ഛൻ പറഞ്ഞ കേട്ടല്ലോ. കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് കാര്യമില്ല. സത്യം നിങ്ങൾ അംഗീകരിച്ചേ പറ്റൂ. നിന്റെ വയറ്റിലെ കുഞ്ഞു തന്നെയാ ഇതിന്റെയൊക്കെ അടിസ്ഥാന കാരണം. അച്ഛാ, അവന്റെ അടുത്ത് പറയുന്നൊന്നും അച്ഛൻ കേൾക്കുന്നില്ലേ? നിന്റെ കുഞ്ഞാണോ ഇതിനെല്ലാം ഉത്തരവാദി? അച്ഛൻ എന്തോന്നും മിണ്ടാത്തെ? ജനിക്കാൻ പോകുന്ന എന്റെ കുഞ്ഞിന്റെ കുഴപ്പം കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് അച്ഛന് വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടോ അച്ഛാ? അച്ഛനൊന്നും പറയില്ല. കാരണം ആ ജോത്സ്യന്റെ വായിന്ന് ഇത് കേട്ടപ്പോ തന്നെ അച്ഛനാകെ തകർന്നുപോയി. പിന്നെ ഇവിടെ സംഭവിച്ച എല്ലാ കാര്യങ്ങളും അച്ഛനാകെ തകർത്ത് കളഞ്ഞു. സച്ചേട്ടൻ മാത്രമല്ല, ഞങ്ങളിത് അംഗീകരിക്കില്ല. ലോകത്ത് ഇന്ന് വരെ ഒരു കുഞ്ഞിനും ഇതുപോലൊരു ദുർവിധി നേരിടേണ്ടി വന്നിട്ടുണ്ടാവില്ല. അച്ഛനിത് വിശ്വസിക്കരുത്. ഇതുപോലെ ഒരുപാട് കള്ള ജ്യോത്സ്യന്മാർ ഈ നാട്ടിലുണ്ട്. അവര് പല മതങ്ങളിലും ജാതികളിലും പല രൂപത്തിലും ഉണ്ട്. അവര് പറയുന്നൊക്കെ വിശ്വസിക്കാൻ പോയാൽ പിന്നെ ഇവിടെ ഒരു കുഞ്ഞുങ്ങൾക്കും സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റില്ല. ഗുണ്ടകളൊക്കെ വീട്ടിൽ കയറി വന്നതും പ്രശ്നം ഉണ്ടാക്കിയതും ഒക്കെ ശരിയാ. അതിന്റെ കാരണങ്ങളൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ചില ടിപ്പർ ഡ്രൈവർമാരെയൊക്കെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തേണ്ടി വരും. അർച്ചനടുത്തിന്റെയും സച്ചേട്ടന്റെയും കുഞ്ഞുമായി അതിനെ ബന്ധിപ്പിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഇനിയും ആ ജോത്സ്യം പറഞ്ഞത് അച്ഛൻ വിശ്വസിക്കുന്നുണ്ടോ? അച്ഛന്റെ വിശ്വാസം എന്താണെന്ന് ഇപ്പൊ എല്ലാവർക്കും ബോധ്യമായല്ലോ. ജ്യോത്സ്യം പറഞ്ഞ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം. നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ഈ വീട്ടിൽ ജനിച്ചാ ഇവിടെ ഒരു മരണം നടക്കും. ഈ വീട്ടിലെ ആണുങ്ങളിൽ ഒരാൾക്ക് അകാല മൃത്യു സംഭവിക്കും. അർച്ചന
ഒരു വിധത്തില് അനുവേട്ടനെ രക്ഷിക്കാനായി. അർച്ചന അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. പക്ഷേ ഇപ്പൊ എല്ലാരും എന്റെ കുഞ്ഞിന്റെ പേരിൽ ജാതകദോഷം ആരോപിക്കാൻ. ഒരുപാട് കാലം കാത്തിരുന്ന് കിട്ടിയ കുഞ്ഞ് ഈ കുടുംബത്തിലേക്ക് എത്ര സന്തോഷത്തോടെയാ ആ കുഞ്ഞിനെ സ്വീകരിക്കേണ്ടത്. പക്ഷേ ഇപ്പൊ കിട്ടുന്നൊക്കെ കല്ലേറ് മാത്രം. ജാതകദോഷത്തിന്റെ ബലിക്കല്ലിൽ എന്റെ കുഞ്ഞിനെ കൊണ്ടുവച്ചു കൊടുക്കാൻ എനിക്ക് പറ്റില്ല. എന്റെ കൺട്രോൾ ആകെ പോയിരിക്കുക. എല്ലാം തല്ലി തകർക്കാൻ തോന്നുന്നു. നന്ദേട്ടൻ ഇതെല്ലാം കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. സംസാരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഇതിനൊരു പരിഹാരം നന്ദേട്ടൻ തന്നെ പറഞ്ഞു തരുമായിരുന്നു. ഞാൻ എന്ത് ചെയ്യും നന്ദേട്ടാ? സാരമല്ല, നന്ദേട്ടൻ വിഷമിക്കണ്ട. എങ്ങനെങ്കിലും ഞാനിതിനേക്ക് നേരിട്ടോളാം. എന്റെ കുഞ്ഞിനെ എനിക്ക് രക്ഷിച്ചേ പറ്റൂ.